ആക്ച്വലി ഞാനിപ്പോൾ പേട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് വന്നേയുള്ളൂ. വേറെ ഒന്നുമില്ല. അശ്വൻ കോക്കിൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. ബേസിക്കലി ഒരു പ്രതീക്ഷയുമില്ല. പുള്ളി പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വായിക്ക് കൊള്ളാത്തൊരു പടം എന്തായാലും പൊട്ടിക്കാണും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തതുകൊണ്ട് പോയി വന്നു. ബട്ട് അശ്വൻ കോക്ക് പുള്ളി എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബേസിക്കലി ആ സിനിമയ്ക്കകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. നമ്മളിപ്പോൾ പെഗാസസ് സ്പൈവെയർ പോലത്തെ വൈറസുകളെ പറ്റിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് മനസ്സിലാവും വാട്ട് ദാറ്റ് മൂവി ഈസ് റിലേറ്റഡ് ടു. സംഭവം സിനിമ നൈസായിരുന്നു. ഒരു പുള്ളി പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു വാല്യൂ കൊടുത്തില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻലാലിന് കൊടുക്കേണ്ട വാല്യൂ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിർത്താടുകയാണ്. ആക്ച്വലി മമ്മൂട്ടി മൂവിയാണിത്, നോട്ട് എ മൾട്ടി സ്റ്റാർ മൂവി. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മമ്മൂട്ടി മൂവിയാണ്. മമ്മൂട്ടി മൂവിക്കകത്ത് ഒരു ഗസ്റ്റ് റോൾ പോലെയാണ് മോഹൻലാൽ വന്നത്. വലിയ കൂടുതൽ ഇതില്ലേലും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഷോർട്സിൽ പുള്ളി വന്നിട്ടില്ലേലും പുള്ളിക്ക് അത്യാവശ്യം അതിൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി അശ്വന്ത് കോക്ക് വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ആകുമ്പോഴത്തേക്ക് എല്ലാ സ്റ്റാറും നല്ല സൂപ്പറായിട്ട് തന്നെ നിൽക്കണം, ഭയങ്കര പീക്ക് ലെവലിൽ പോകണം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മൂവി ബ്രോ. അത് നമ്മളാണെങ്കിൽ ചില മൂവിക്കകത്താണെങ്കിൽ ചിലപ്പം അവർ എല്ലാ ഹീറോസിനും അല്ലെങ്കിൽ എല്ലാ കോ സ്റ്റാർസിനും ഒരേ രീതിയിലായിരിക്കത്തില്ല പോകുന്നത്. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ മൂവിക്ക് വേണ്ട രീതിയിൽ ആ ക്യാരക്ടർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ആ മൂവിക്ക് എന്തായിരുന്നു ആവശ്യം ആ രീതിയിലാണ് മോഹൻലാൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതും അതിനകത്ത് 100% പുള്ളി നീതി പുലർത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ റിഗാർഡിങ് ദാറ്റ് ദിവാളി തിങ്, തീപ്പൊരി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞു, ആബ്സല്യൂട്ട്ലി അത് അട്ടർ ബ്ലണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് മോശം എന്ന് പറയാനായിട്ട് ഒന്നും ഞാൻ കണ്ടില്ല. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എൻജോയ് ചെയ്ത് കണ്ടു. നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങളാണെങ്കിൽ സിനിമ പോയി കണ്ട് എൻജോയ് ചെയ്ത് കാണുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അശ്വന്ത് കോക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ നെഗറ്റീവ് റിവ്യൂസോ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. ഓക്കെ, ഞാൻ അശ്വന്ത് കോക്കിനെ എൻ്റെ റിവ്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ദിസ് വൺ അറിയത്തില്ല എന്ത് പറ്റിയതാന്നുള്ള കാര്യം. മൈറ്റ് ബി ലൈക്ക് മോഹൻലാൽ ഫാനിസം കൂടിയതുകൊണ്ടായിരിക്കാം. ഐദർ വേ ഇറ്റ്സ് എ ഗുഡ് മൂവി. ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്.